അങ്ങനെ നമ്മൾ ന്യൂ ജൽപായ്ഗുരിയിലെ ന്യൂ ജൽപായ്ഗുരിയിലെ മോഹൻ ചേട്ടൻ്റെ വീട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നല്ല കേരള ഫുഡൊക്കെ കിട്ടുന്നത്. നല്ല മീൻകറിയും മോര് കൂട്ടി ഫുഡടിക്കാൻ വേണ്ടി ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തവാങ് വിടുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇവിടുന്ന് 800 കിലോമീറ്റർ പുറത്തുണ്ട്. നമ്മൾ ഒറ്റയടിക്കാൻ ചെല്ലുന്നില്ല. ഏകദേശം 2 രാത്രി എവിടെയെങ്കിലും സ്റ്റേ അടിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിയെ ഇന്ന് വൈകിട്ട് വിളിക്കണം. അപ്പം ഇന്ന് നമ്മളുടെ മെയിൻ ഓട്ടം മാത്രമാണ്, റൈഡിങ് മാത്രമാണ്, റൈഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് വൈകിട്ട് എവിടെയെങ്കിലും എത്തുമ്പോഴത്തേക്ക് സ്റ്റേ ചെയ്യണം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വെണ്ടാറ്റോ? തവാങ്. എങ്ങോട്ടാ? തവാങ്. ഇന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈഡിങ് ഡേ ആണ്. നമുക്കിന്ന് ഒരുപാട് സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും സിക്കിമിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ബംഗാളിലൂടെയാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ആസാം കവർ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് കയറുന്നത്. അതായത് തവാങ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലാണ്. അപ്പം നമ്മൾ നല്ല എക്സ്ട്രീം തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ദേണ്ട ബംഗാളിലെ ചൂട് കാലാവസ്ഥ, അതായത് നമ്മളുടെ പ്രോപ്പർ കേരളം തന്നെയാണ്. 2 സൈഡിലും ഒരുപാട് നെൽകൃഷിയും മറ്റ് പലതരം കൃഷികളുമായിട്ടൊക്കെയുള്ള ഒരു സ്ഥലമാണിത്. ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. ഒരു ശകലം പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വേണ്ട ഇവിടുത്തെ റോഡ്. സൂപ്പർ റോഡാണ്. നമുക്ക് ഇപ്പം നമ്മൾ 100 കിലോമീറ്റർ സിക്കിമിൽ കവർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4-5 മണിക്കൂർ എടുക്കും. ഇവിടെ 100 കിലോമീറ്റർ ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ നോർമൽ സ്പീഡിൽ പോയാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി റോഡാണ്, അത് എടുത്തു പറയേണ്ടത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് തേസ്പൂർ, ആസാമിലെ ഏറ്റവും വലിയ സിറ്റീസിലൊന്നാണ്. ഗുവാഹത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സിറ്റീസിലൊന്നാണ് തേസ്പൂർ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ മിലിറ്ററിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഹാൾട്ട് ചെയ്തതാണെന്നാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ ന്യൂ ജൽപായ്ഗുരിയിൽ നിന്ന് 510 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 10 മണിക്കൂർ പുറത്ത് റൈഡ് വരും നമുക്ക് തേസ്പൂരിൽ എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോഴേക്കും അതിന് മുന്നേ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് തവാങ് എത്താനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ അത് ബൈരക്കുണ്ട എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാനും കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ട്രിപ്പിനെ ഒന്ന് റീപ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് വന്ന സഡൻ പ്ലാനായിരുന്നു. തേസ്പൂർ എന്നിട്ട് തേസ്പൂരിൽ നിന്ന് പോകാനായിരുന്നു പ്ലാനെങ്കിലും പക്ഷേ ഇപ്പോൾ നമ്മൾ പ്ലാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സിക്കിമിൽ നിന്ന് നമ്മൾ 98 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ 106 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്. പക്ഷേ എന്നാലും നല്ല വെൽ കണക്റ്റഡ് ആണ്. ഏകദേശം 10-30 കിലോമീറ്റർ ഡിസ്റ്റൻസിലായി നാഷണൽ ഹൈവേസിൽ 10-30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നല്ല കണക്ടിവിറ്റി ഉണ്ട് ഇവർക്ക് പെട്രോൾ പമ്പുകൾ തമ്മിൽ. പക്ഷേ ഒരു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 750 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞിട്ട് അവന്മാർ സ്വൈപ്പ് ചെയ്ത് 1750 രൂപയ്ക്കാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ആ സ്ലിപ്പ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്കവിടെ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും അതിന് സ്ലിപ്പും വാങ്ങിക്കുക. നമുക്കൊരു SMS എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പെട്രോൾ പമ്പ് വിട്ടുപോകാൻ പാടുള്ളൂ. നമുക്ക് നാട്ടിലേക്കാണെങ്കിൽ കുന്നും പ്രദേശങ്ങൾ, മൂന്നാർ പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് തേയിലയായി കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഡാർജിലിംഗ് മാത്രമല്ല തേയിലയുള്ളത്. ഇതുപോലത്തെ പ്ലെയിനിൽ ഒരുപാട് തേയില കൃഷിയുണ്ട്. അപ്പോൾ നമ്മളീ പോകുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ തേയില അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രീസ് കുറേയധികം ഉണ്ട്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു നാഷണൽ പാർക്കുണ്ട്, ജാൽദാപാറ എന്ന് പറയുന്ന നാഷണൽ പാർക്കുണ്ട്. വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കിൽ ഒന്നാണ് ജാൽദാപാറ എന്ന് പറയുന്നത്. അവിടെ റൈനോസിൻ്റെ പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ ശരിക്കും ആസാമിൽ പോയി പിന്നീട് കാസരംഗിൽ കയറണമെന്നുണ്ട്, അവിടെ ഒരു സഫാരിയൊക്കെ നടത്തണമെന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ അതിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് അവിടെ സഫാരി ഉണ്ടാവുമെന്നില്ല അറിയത്തില്ല. പക്ഷേ എന്നാലും നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ അത് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജാൽദാപാറയിലും കയറി അവിടുത്തെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിക്കുന്നു. ഇത് ജാൽദാപാറ നാഷണൽ പാർക്കിൻ്റെ നോർത്തേൺ എൻട്രൻസ് ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് കയറി എൻക്വയറി ചെയ്യാം. നമുക്ക് സഫാരി നടത്താൻ പറ്റുന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ സഫാരി നടത്തിയിട്ട് പോകാം. അങ്ങോട്ട് കയറ്റി വിടത്തില്ല കേട്ടോ. ഒരാൾക്ക് 3000 അല്ല, ഒരു ജീപ്പിന് 3000. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജാൽദാപാറ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ പ്രശസ്തമായിട്ടുള്ള നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് കണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ളത് നാഷണൽ പാർക്കിനകത്ത് പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണപ്പെട്ടത് യാതൊരു ഉറപ്പില്ലെന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം ഈ വനത്തിനകത്ത് നമ്മളുടെ റൈനോസും കടുവയൊക്കെ ഉള്ളതാണ്. പക്ഷേ 1:30 അവിടെ തുടങ്ങത്തുള്ളൂ. അരമണിക്കൂർ റൈഡിന് ഒരു ജീപ്പിനാണ് പോകുന്നത്. ഒരു ജീപ്പിന് 3000 രൂപയാണ്. 6 പേര് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 പേരുള്ളതുകൊണ്ട് ഫുൾ പൈസ 3000 രൂപ നമ്മൾ അടയ്ക്കണം. അപ്പോൾ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റും നമുക്ക് യാതൊരു ഉറപ്പില്ല. അപ്പം ജസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3000 രൂപ മുടക്കാമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ വന്നതുകൊണ്ട് ഈ ഒരു 3000 രൂപ മുടക്കി ഇത്രയും വലിയ ഒരു സംഭവം കാണുന്ന ഒരു ആയിട്ട് തോന്നുന്നില്ല. എന്ത് കണ്ടു? എന്ത് വേണം? തുറക്കത്തില്ലടാ. നമ്മൾ പോവാ, വലിയ ഗുണമൊന്നുമില്ലടാ ഇവിടെ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം.
നമുക്ക് കാസിരംഗ കയറാം. കാസിരംഗ ജാൽദാപ്പാറ നാഷണൽ പാർക്കിൻ്റെ മെയിൻ ഏരിയയിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ നടുഭാഗത്തു കൂടിയുള്ള ഒരു റോഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹിമാലയൻ റേഞ്ചസിൻ്റെ മടിത്തട്ടിലുള്ള ഒരു ചെറിയ നാഷണൽ പാർക്കാണ് ജാൽദാപ്പാറ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. റൈനോസിൻ്റെയൊക്കെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ആസാമിൽ നിന്ന് കുറേ റൈനോസിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ ഏരിയസിലെല്ലാം തന്നെ റൈനോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇല്ലാണ്ടായിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെൻറ് ഇവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇവിടെ നല്ലൊരു പോപ്പുലേഷൻ ഉണ്ട്. വെസ്റ്റ് ബംഗാളിലെ നല്ലൊരു റൈനോ പോപ്പുലേഷൻ ഉള്ള ഒരു നാഷണൽ പാർക്കാണ് ജാൽദാപ്പാറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷി നിരീക്ഷകർക്കും ബേർഡ് ഫോട്ടോഗ്രാഫി അതിൽ താല്പര്യമുള്ളവരൊക്കെ ഒരു പാരഡൈസാണ് ഈ ഇതെന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ബംഗാൾ ഫ്ലോറിക്കോൺ എന്ന് പറയുന്ന ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിലുള്ളൊരു പക്ഷിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഇതിൻ്റെ എക്കോ ടൂറിസം, ഇവിടുത്തെ ഗവൺമെൻറ് എക്കോ ടൂറിസം ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഹാബിറ്റേറ്റ്സ് ഒക്കെ ഉള്ളൊരിതാണ് ജാൽദാപ്പാറ എന്ന് പറയുന്നത്. പക്ഷേ അത്രയ്ക്ക് പോപ്പുലർ അല്ല. നമ്മുടെ കാസിരംഗ എന്ന് പറയുന്ന പോലെ അത്രയൊന്നും പോപ്പുലർ അല്ലാത്ത ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് നമ്മുടെ ജാൽദാപ്പാറ. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ അത്രയ്ക്കൊരു മഴയോ മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഡെൻസ് ഫീലിംഗ് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി ഒരു 3000 രൂപ കൊടുത്തൊരു റൈഡൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഇത് തോന്നുന്നില്ല. കാരണം നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കാടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അത്രയ്ക്ക് ഇടതൂർന്നമായിട്ടുള്ളൊരു കാടുകളോ അങ്ങനത്തെ ഒരു ഭംഗിയോ അല്ല ഇതിനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഫുള്ള് റൈഡിങ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ബൈക്കിലിരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക്, അതും പ്രത്യേകിച്ച് 2 സൈഡല്ലേ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡ് തിരിച്ചിരുത്തും. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരുത്തും. ഒരിക്കലും റൈറ്റ് സൈഡിലേക്കല്ല, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് ഇരുത്തും. അതായത് നമ്മൾ സൈഡ് ഇരിക്കില്ലേ അതുപോലെ ഇരുത്തും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെവിയിലേക്ക് കാറ്റടിച്ച് കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടികൾ കുറച്ച് നേരം കൂടെ, അതായത് ബൈക്കിലേക്ക് പിടിച്ചിരുത്തണ്ടേ, കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അതിന് പറ്റിയൊരു ട്രിക്കാണിത്. വെസ്റ്റ് ബംഗാളിലെ സൽസലാമാരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഒരു പെട്രോൾ പമ്പാണ് ഒതുക്കിയിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പാണ്. അപ്പോൾ നമ്മളിവിടെ പെട്രോൾ മേടിച്ച് ഉച്ചക്കലത്തെ ഫുഡും ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ്. ഇന്ന് നമ്മളെന്താ ഉണ്ടാക്കുന്നത്? ഉപ്പാവോ? ആ ഗ്യാസ് തുറന്നല്ലേ, ഗ്യാസ് തുറന്നിട്ട് സ്മെല്ലൊക്കെ ഉണ്ട്. കണ്ണാ എന്തെന്നെ ഇരിക്കുക ആന്നോ? എന്താ വേണ്ടുന്നേ? എന്താ വേണ്ടുന്നതെന്ന് പറ. രാവിലെയും ബേഷായിട്ട് തട്ടിയതുകൊണ്ട് ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ റൊട്ടീനോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഉപ്പുമാവ് പ്ലസ് പപ്പടം നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡാണ്. ഇന്ന് പാലുണ്ടോ അടി? പാലില്ല. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്യണമെന്നാണ്. പോകുന്ന വഴി എവിടെയെങ്കിലും റൂമുകൾ കാണുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഹാൾട്ട് ചെയ്യാനാണ്. എന്തായാലും നമുക്ക് ഉച്ചക്കലത്തെ ഫുഡിങ് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുകളിൽ പപ്പടം പൊഴിച്ചിടുകയാണ്. എന്തോടി പ്രത്യേക സംഭവം? പപ്പടം പഞ്ചസാരയും നന്നരം നല്ല ടേസ്റ്റാ. അത് വേണ്ട, അത് ചേച്ചി ഇലയാ. അപ്പൊ പഴം ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയല്ലേ പുതിയ ടേസ്റ്റ് കണ്ടുപിടിക്കും. കണ്ണു എന്തുവാടാ ഇത്? പിടിക്കല്ലേ അതില്? അത് പോരുണ്ടോ? അതായത് നോട്ട് അതുണ്ട്.
കുടിച്ചിട്ട് ഞാൻ കൊള്ളാന്ന് പറഞ്ഞ കുറച്ച് പാനോടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗെറ്റപ്പ് വരുന്നത്. ഉപ്പുമാവ് പാലും കൂടാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് കഴിച്ചിട്ട് ബാക്കി നമ്മുടെ റൈഡിലോട്ട് കിടക്കാം. ഇത് നമ്മുടെ ലൈഫ് സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടബിൾ വാട്ടർ ഫിൽറ്ററാണ്. അപ്പോൾ അത് കേടാകാതിരിക്കാൻ വേണ്ടി അകത്ത് സലൈൻ വാട്ടറൊക്കെ ഒഴിച്ച് വെക്കണമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സലൈൻ വാട്ടറൊക്കെ ഒഴിച്ച് വെച്ചുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ വേറൊരു പാത്രത്തിലോട്ട് വേണം അതുവഴി നിറയ്ക്കാം. അപ്പോൾ നമ്മുടെ ട്രാവലിനിടയ്ക്ക് മോളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്വന്തം കുക്കിങ്ങും നമ്മുടെ വെള്ളവും എല്ലാം തന്നെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അധികം റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു പോർട്ടബിൾ വാട്ടർ ഫിൽറ്ററോട് വാങ്ങിച്ചിട്ടാണ് ഇത്തവണ പോരുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? രണ്ടിന്റെ നോസ് ഒരളവാണെങ്കിലേ നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് ഇതിലേ കൂടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ രണ്ടളവായതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. ഇത് നിറച്ച് ഉപ്പുവെള്ളം നിറച്ച് വെച്ചോണ്ടാ വന്നത്, ഇല്ലെങ്കിൽ ഇതിനകത്ത് ആൽഗെ ഫോം ചെയ്യും. അപ്പോൾ ആ ഉപ്പുവെള്ളം കളഞ്ഞാലേ ഇനി നമുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെച്ച് ഒഴിച്ചു കൊടുക്കാം, എനിക്ക് തോന്നുന്നത് അതാ ഇച്ചിരി കൂടെ എളുപ്പമാണ്. മോളെ ജാക്കറ്റ് ഇട്. നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാൾ ആസാം ബോർഡർ ആൾമോസ്റ്റ് എത്താറായി. ആസാം എത്തുമ്പോഴത്തേക്കൊക്കെ നിറച്ച് നെൽകൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കാണാൻ പറ്റും. കാരണം ആസാം എന്ന് പറയുന്നത് ലോവർ പ്ലെയിൻ ഏരിയയാണ്, ഹിമാലയത്തിൻ്റെ ലോവർ പ്ലെയിൻ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം നെൽകൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബംഗാളിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ തന്നെയാണ് ആസാമിലും. നമ്മളിവിടെയൊക്കെ തന്നെ സൈഡിൽ വെൽക്കം ടു ആസാം എന്ന് പറയുന്നൊരു ബോർഡ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇവിടെയൊക്കെ തന്നെ നാഷണൽ ഹൈവേയുടെ വലിയ വലിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റിലും കണ്ടത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹൈവേസാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഹൈവേസിന് പണി നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. ഇവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ആസാമിൽ എത്തിയിരിക്കുകയാണ്. ആസാമിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മളുടെ ബംഗാളിലെ കൂട്ട് തന്നെ ഫുള്ള് നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം ഒരു 250 കിലോമീറ്റർ പുറത്ത് ഓടിയിട്ടുണ്ട്. നമുക്ക് മൊത്തം 800 കിലോമീറ്ററാണ് തവാങ്ങിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇന്നിനി നമ്മൾ 1 മണിക്കൂറൂടെ ഒക്കെ റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേ നോക്കണം. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് തവാങ്ങിലെ ഒരു ചേട്ടൻ്റെ കോൺടാക്ട്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, കുട്ടിയുള്ളതുകൊണ്ട് ചിലപ്പോൾ പെർമിറ്റ് കിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. പെർമിറ്റ് അല്ല, സോറി, കടത്തി വിടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ സ്നോഫാൾ തുടങ്ങിയിട്ടുണ്ട്, -celsius ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈക്കിലിരുന്നതിൻ്റെ ഇത്രയും നേരം കളിക്കാൻ ഇറങ്ങിയതിൻ്റെ സന്തോഷമാണ്. കാരണം ഇത്രയും കിലോമീറ്റർ അവളായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ഒരു ഭയങ്കര ഷോർട്ടേജായിട്ട് തോന്നിയത് നമ്മുടെ ഹോട്ടൽസിൻ്റെയൊക്കെ അഭാവമാണ്. ഈ റോഡ് സൈഡ്, നാഷണൽ ഹൈവേസിൻ്റെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ധാബകളുണ്ട്. പക്ഷേ നമുക്ക് ഫാമിലിയായിട്ട് നിന്ന് കഴിക്കാനുള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസും വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഈ സമയത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ ഹോട്ടൽസിൻ്റെയൊക്കെ പരസ്യമോ അല്ലെങ്കിൽ ബോർഡോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിന്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഈ റോഡിൻ്റെ പരിസരത്തൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാമങ്ങളോ അല്ലെങ്കിൽ ചെറിയ പട്ടണങ്ങളോ കിട്ടും. പക്ഷേ അവിടെ നല്ല താമസ സൗകര്യങ്ങളൊന്നും ലഭ്യമല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ചായയാണ്. പക്ഷേ പാലല്ല, അവരെന്തോ പൊടിയും കണ്ടിട്ടേ എന്തോ ചെറിയൊരു കട.
ടാറ്റ എടുത്തോ എല്ലാവർക്കും. ടാറ്റോട്. ഓക്കെ ടാറ്റ, ബൈ ബൈ. നമ്മുടെ ചായക്കടയിലെ ചേട്ടന്മാരെ പറഞ്ഞത് അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോങ്കിഗോൺ എന്ന് പറയുന്ന ഒരു സിറ്റിയിലെത്തും. അത്യാവശ്യം വലിയ സിറ്റിയാണ്, ആസാമിലെ തന്നെ ഏറ്റവും വലിയ സിറ്റീസിലൊന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് സ്റ്റേകളും എല്ലാം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ തേസ്പൂരിലോട്ടുള്ള യാത്രയൊക്കെ ആയിട്ട് നൈറ്റ് ആയിട്ട് ഹാൾട്ട് ചെയ്യാൻ വന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബോങ്കിയാഗാവു എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ആസാമിലെ സ്ഥലങ്ങളിലേക്ക് പേരൊക്കെ രസകരമാണ്. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഹാൾട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് നടക്കാറിയാണ്, സിറ്റിയൊക്കെ ഒന്ന് നോക്കിയിറങ്ങിയാണ്. അപ്പം ബൈക്ക് സേഫ് അല്ലെന്നാണ് അവർ പറയുന്നത്. എൻഫീൽഡിനൊക്കെ മോശം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബൈക്കൊക്കെ ലോക്ക് ചെയ്തു. നമ്മുടെ ഹോട്ടലിൽ CCTV കൊടുത്തെന്ന് പറയുന്നു. ചിക്കൻ ഉണ്ടോ? ചിക്കൻ പാത്രമുണ്ട്. ചിക്കൻ പുല്ലി വേനോ? ഏതാ ഇരി വേനോ? ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളൊരു ബിരിയാണി കഴിക്കാൻ കയറിയത്. നമ്മുടെ മൊറാദാബാദി ബിരിയാണി എന്നുള്ള സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ ഉണ്ടോ നോക്കാൻ കയറിയതാണ്. അപ്പോൾ നമ്മളിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മുടെ റൂമിൽ സെറ്റ് ആവുകയാണ്. ഇതാണ് മൊറാദാബാദി ബിരിയാണി. നോക്കട്ടെ. ഇവിടുത്തെ വടക്കോട്ടുള്ള മസാല അത്രയേ ഉള്ളൂ. അല്ല നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ബിരിയാണി ടേസ്റ്റ് ഒന്നും ഇല്ല. എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു ഇതൊക്കെ. അപ്പോൾ നാളെ നമ്മൾ തേസ്പൂർ അല്ലെങ്കിൽ ബൈരക്കുണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കഴിക്കാൻ പോവുക. അപ്പോൾ നാളെ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.